guys, welcome back to my YouTube channel. ഇന്ന് നമുക്ക് അഹാന കൃഷ്ണൻ ഉണ്ടാക്കിയ ഒരു മാംഗോ പുഡിങ്ങിന്റെ ഒരു വീഡിയോ തയ്യാറാക്കാം അല്ലേ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല മാങ്ങയാണ്. അപ്പൊ ഞാൻ മാങ്ങ ഇവിടുന്ന് വാങ്ങിച്ചാട്ടോ. നല്ല മണമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുഞ്ഞു മാങ്ങ കിട്ടുമല്ലോ, എനിക്കുണ്ട് മൂവാണ്ടം മാങ്ങയാന്ന് തോന്നുന്നില്ല, അതിന്റെ ഒക്കെ ഒരു മണമുണ്ട്. പക്ഷെ ആ മാങ്ങയെല്ലാം കണ്ടറിയാലോ, വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് പച്ച കളറാണെങ്കിലും നല്ല പഴുത്ത മാങ്ങ കേട്ടോ. നമുക്ക് ഇനി ഇപ്പൊ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അറിയാം. ഞാൻ വാങ്ങിക്കുന്ന മാങ്ങ ഇതാണ് കേട്ടോ. അപ്പം ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നോക്കി മേടിച്ചത്. ചുമന്ന മാങ്ങയും മഞ്ഞ കളറുള്ള മാങ്ങയൊക്കെ ഉണ്ട്, പക്ഷെ അത് മധുരം ഉണ്ടോ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിച്ചില്ല. ഓൾറെഡി വാങ്ങിക്കുന്ന നല്ല മാങ്ങ ഇതായതുകൊണ്ട് ഇത് തന്നെ വാങ്ങിച്ചു. നല്ല മണം. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം അല്ലേ. 4 സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഹണി, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പൗഡർ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ചൊന്ന് മണ്ടയ്ക്കൊന്ന് ചിക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇത് മാംഗോ ഞാൻ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രിം അങ്ങനെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അത് കൊച്ചൂടുള്ളതുകൊണ്ടാണ്. അപ്പൊ ഒരുപാട് അങ്ങ് അരച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ആയിട്ട് കണ്ട തരികൾ ഉണ്ട് താനും ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് എന്ന രീതിക്ക് വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ കൊച്ചു കഴിക്കുവാണെങ്കിൽ അവൾക്കും അങ്ങ് കഴിച്ചോളും. ഇനി ഒരുപാട് അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു വട്ട പാത്രം കേട്ടോ എടുത്തത്. സ്ക്വയറിലെ പാത്രം എടുത്തപ്പോഴത്തേന് എനിക്ക് ഭയങ്കര വലുപ്പം തോന്നി. ഇതാകുമ്പോൾ കുറച്ച് ഒതുങ്ങിയിരിക്കും. പിന്നെ ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ലെയറിലുള്ള നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കുകയാണെ. ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് 2 സൈഡിലും നല്ലപോലെ ബ്രെഡ് സെറ്റാക്കി വെക്കണം കേട്ടോ. സ്ക്വയർ ആണെങ്കിൽ കുറച്ചും കൂടെ ഷേപ്പിൽ നമുക്ക് അടുക്കി വെക്കായിരുന്നു. ഇതിപ്പോ വട്ടമായതുകൊണ്ട് ഒന്ന് ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എന്നിട്ട് തേങ്ങാപ്പാൽ അഹാന പറയുന്ന പോലെ ഒട്ടും പിശുക്ക് കാണിക്കാൻ നല്ലപോലെ ആവശ്യത്തിന് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട് തേങ്ങാപ്പാലിന്. ഞാൻ നിറപറയുടെ തേങ്ങാ പൗഡറാണ് എടുത്തേക്കുന്നത് കേട്ടോ. നല്ല മണമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആ പാക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് വേറെ പാക്കറ്റുകളാണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ തേങ്ങാപ്പാൽ നല്ലപോലെ ആവശ്യത്തിന് ഒഴിക്കുക. എന്നിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഞാൻ ഹണി ഒടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ പൾപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മുടെ മാംഗോയുടെ പൾപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിന്റെ എല്ലാം മേടിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്തേ. എന്നിട്ട് നമ്മൾ മറ്റേ ഇത് കുറച്ച് നട്ട്സ് ഇങ്ങനെ വെതറി കൊടുക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഞാനൊരു 3 ലെയറോളം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അറിയാലോ. ഇനിയിപ്പോൾ നമ്മൾ 3 ലെയറിന് അടുപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലെ ആൾക്കാർ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിപ്പോ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ ആദ്യം ഇൻട്രോ ഒക്കെ എടുത്ത സമയത്ത് പുറത്തുനിന്ന് എന്തോ ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് സൗണ്ട് കേട്ടു. അപ്പൊ ഞാൻ ഓർത്ത് ഇതിനി വോയിസ് ഓവർ കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റിലത്തെ എന്റെ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് കാണണം കേട്ടോ. അപ്പൊ മറന്നു പോവരുതേ, ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യണേ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം എന്നിട്ട് നമ്മൾ വീണ്ടും ഈ പ്രൊസീജിയർ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് വേറെ നമ്മൾ ഒത്തിരി ഒന്നും അഡീഷണൽ ആയിട്ടൊന്നും ചേർക്കുന്നില്ല, ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഈ 3-4 സാധനം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുവേ. എന്നിട്ട് നമ്മൾ വീണ്ടും സെയിം തന്നെ റിപ്പീറ്റ് അങ്ങനെ അടിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ കൊടുക്കുക. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ലാസ്റ്റ് ഞാൻ എടുത്ത് വെക്കുക കേട്ടോ ഫുള്ള്. എന്നിട്ട് ഞാൻ ഇതിന്റെ മണ്ടയ്ക്ക് ഫുള്ള് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കും. നല്ല ടേസ്റ്റ് ആട്ടോ. തേങ്ങാപ്പാലിന്റെ മണം നല്ലപോലെ വരുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലിനെ നമ്മൾ ശരിക്കും പിഴിഞ്ഞെടുക്കുന്ന നമ്മുടെ ഫ്രഷ് തേങ്ങാപ്പാൽ പോലെ തന്നെയുണ്ട്. നിറപ്പറയുടെ പാക്കറ്റ് ആട്ടോ മേടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും അത് ഫുള്ള് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഹണിയും നമ്മുടെ പൾപ്പും പിന്നെ ബാക്കി വരുന്ന നമ്മൾ വെച്ചിരിക്കുന്ന ഫുള്ള് നമ്മൾ ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്ത് നല്ല സെറ്റാക്കി ഞാൻ സ്പൂൺ വെച്ചൊക്കെ ഇങ്ങനെ നമക്കുന്നുണ്ട്. കാരണം തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ എല്ലായിടത്തും ഒന്ന് സെറ്റായി പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാനൊരു 5 മണിക്കൂർ ഞാനിത് ഫീസറിനകത്ത് വെച്ചോട്ടോ. ഫീസറിനകത്താണ് വെച്ചത്. അപ്പം നല്ല സെറ്റായിട്ട് കിട്ടും. കട്ടയൊന്നും പോകത്തില്ല. നല്ല സെറ്റായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും. എന്നിട്ട് അതിന്റെ ഇങ്ങനെ വീണ്ടും നല്ല പോലെ എല്ലാ പൾപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ചേർക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എല്ലായിടത്തും എത്തത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യണേ. ലാസ്റ്റ് നമ്മുടെ ഫുള്ള് നമ്മൾ നട്ട്സ് നമ്മൾ ഇട്ട് കൊടുത്തു. അടിപൊളിയാട്ടോ. അഹാന ഏതായാലും ടിപ്സ് അല്ല, ഈ ആ ഒരു റെസിപ്പി ഷെയർ ചെയ്തത് എന്തുകൊണ്ട് നന്നായെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം പുള്ളിക്കാരി എവിടെയോ ഇൻസ്റ്റയില് റീൽ എന്തോ കണ്ടു എന്നാ പറഞ്ഞു. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. പുള്ളിക്കാരിയുടെ ഇതിലാണ് ഞാൻ കണ്ടത്. അടിപൊളിയാട്ടോ. ഇപ്പൊ ഞാൻ ഇത് അടച്ചു വെച്ചിട്ട് ഫീസറിനകത്തോട്ട് വെക്കാൻ പോകട്ടോ. ഒരു 5 മണിക്കൂർ നമുക്ക് ഇതുണ്ടോ 5 മണിക്കൂർ നമുക്ക് ഫീസറിനകത്ത് വെക്കാം കേട്ടോ. ഞാനിട്ട് അലാറം വെച്ച് എന്റെ ഫോണിൽ 5 മണിക്കൂറിന് ശേഷം എടുക്കാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ 5 hours നമ്മളിത് എടുത്ത് ഗൈസ് എടുത്തു. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ടേസ്റ്റ് ഒന്നും പറയണ. ഒരു പ്രാവശ്യം നിങ്ങളൊന്നും ഉണ്ടായിരുന്നു പ്ലീസ്, ഒറ്റ പ്രാവശ്യം. അതുപോലെ ടേസ്റ്റാണ്. എനിക്ക് എന്റെ പൊന്നെ, എനിക്ക് സോ യമ്മി. താങ്ക് യു അഹാന കൃഷ്ണൻ. ഞാനിങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപാട് മധുരവും നമ്മളൊന്നും ചേർക്കുന്നില്ല, മാംഗോയും മറ്റേ ഹണിയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പം തന്നെ നല്ല ടേസ്റ്റാണ്. ഒരുപാട് മധുരമൊന്നും നമുക്ക് കിട്ടുന്നുമില്ല, എന്നാൽ ആവശ്യത്തിന് മധുരവും ഉണ്ട്, ചെറിയൊരു മാംഗോയുടെ പുളിയുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ.